ഗുരുവായൂരിലെ കോടതി വിളക്കിന് പുതിയ പേര് കണ്ടെത്താൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതേസമയം വിളക്ക് തടയണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. മതപരമായ ഒരു ചടങ്ങുമായും കോടതിയെ ബന്ധിപ്പിക്കുന്ന തോന്നൽ ഒഴിവാക്കണമെന്നും ആണ് കോടതിയുടെ നിർദ്ദേശം. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായതാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ. അതായത് ഏതെങ്കിലും തരത്തിൽ മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ കോടതി അതിന്റെ ഭാഗമാക്കുന്നതും അതിൽ നേരിട്ട് ഈ കോടതി അഭിഭാഷകർ ഉൾപ്പെടെ ആളുകൾ പങ്കെടുക്കുന്നതിനെ പറ്റിയൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്ന നിർദ്ദേശം എന്താണ്? ഇതിൽ എങ്ങനെയാണ് കോടതി നിർദ്ദേശിക്കുന്നത്? എങ്ങനെയായിരിക്കും ഇതിൽ പേര് മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക? അക്ഷയ, ഗുരുവായൂരിൽ വർഷങ്ങളായി തുടർന്നു പോരുന്നതാണ് കോടതി വിളക്ക്. ഏകാദശിയോടനുബന്ധിച്ച് ഒരു ദിവസം നടത്തുന്ന ചുറ്റുവിളക്ക് കോടതി വിളക്കെന്ന പേരിൽ നടത്തുന്നു. അതിനൊരു പ്രത്യേക കമ്മിറ്റി അടക്കം ഗുരുവായൂരിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കോടതി വിളക്കുന്ന പേരിൽ വിളക്ക് നടത്തുന്നത് തടഞ്ഞിരുന്നു. അത് വീണ്ടും തുടരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു ഹർജി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുൻപാകെ എത്തിയത്. ദേവസ്വം ബെഞ്ച് ഹർജി പരിശോധിച്ച് ഇന്ന് ഒരു ഉത്തരവിലേക്ക് പോയിരിക്കുന്നു. ആ ഉത്തരവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത് കോടതി വിളക്കെന്ന പേര് മാറ്റാം, മറ്റൊരു പേര് കണ്ടെത്താൻ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയോടാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട എല്ലാ കക്ഷികളെയും കേട്ട ശേഷം ഉചിതമായ ഒരു പേര് തീരുമാനിക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് 3 മാസത്തെ സമയമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അതേസമയം കോടതി വിളക്ക് തടയണം എന്ന ആവശ്യം ഗുരുവായൂരിലെ കോടതി വിളക്ക് തടയണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല. വിളക്ക് തടയേണ്ട കാര്യമില്ല, അതിൻ്റെ പേര് ഒരു പ്രശ്നമുണ്ട്. ആ പേര് മാറ്റാം, അതിനൊരു പുതിയ പേര് കണ്ടെത്താമെന്നാണ് കോടതി പറയുന്നത്. അതിന് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഏതെങ്കിലും ഒരു മതപരമായ ചടങ്ങുമായി കോടതിയെ പോലെ ഒരു സ്ഥാപനത്തെ ബന്ധിപ്പിക്കുന്ന ഒരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം എന്നതാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം എന്നത്. അതേസമയം ഗുരുവായൂരിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിളക്കുകളിൽ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല, അത് തുടരേണ്ടത് തന്നെയാണ് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി ഗുരുവായൂർ ഭരണസമിതിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. കോടതി വിളക്കിന് പകരം എന്ത് പേരായിരിക്കും പുതുതായി കണ്ടെത്താനിരിക്കുന്നത്, അക്കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടവരോട് കൂടി ആലോചിച്ച ശേഷം ഗുരുവായൂർ ക്ഷേത്ര ഭരണസമിതിക്ക് തീരുമാനമെടുക്കാനും കഴിയും.